ഓരോ നിമിഷവും നിറമുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. വെള്ളക്കെട്ട് കാരണം കാൽനട പോലും സാധ്യമാകാതെ ഒരു പ്രദേശം. ചോക്കാട് പഞ്ചായത്ത് സ്രാമ്പിക്കൽ അംഗനവാടി റോഡിലാണ് വെള്ളക്കെട്ട്. കുട്ടികൾ ചെളിവെള്ളത്തിൽ നീന്തിക്കയറി വേണം അംഗനവാടിയിലേക്കും സ്കൂളുകളിലേക്കും എത്താൻ. സ്രാമ്പിക്കൽ അംഗനവാടി റോഡ് മഴ പെയ്താൽ വെള്ളം നിറയും. മുട്ടോളം പൊക്കത്തിൽ വെള്ളം കയറുന്നത് കാരണം വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. വെള്ളക്കെട്ട് കാരണം അംഗനവാടിയിലേക്ക് കുട്ടികൾക്ക് എത്താനും കഴിയാതെ ഏറെ ദുരിതമായി മാറി. മലബാരത്തിൽ നിന്നുള്ള തോട് പൊട്ടിയത് കാരണം വെള്ളം തിരിഞ്ഞൊഴുകിയതാണ് പ്രധാന പ്രശ്നം. അംഗനവാടിക്ക് സമീപത്തെ പാടം മണ്ണിട്ട് നികത്തുക കൂടി ചെയ്തതോടെ വെള്ളം ഗതിമാറി ഒഴുകുകയും ചെയ്തു. അംഗനവാടി റോഡിലെ അഴുക്കുചാൽ നിർമ്മാണവും പൂർണ്ണമായിട്ടില്ല. വെള്ളിയാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ അംഗനവാടി റോഡ് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. ഇപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ പോലും മുട്ടോളം വെള്ളം നീന്തി വേണം നാട്ടുകാർക്ക് മറുകര പറ്റാൻ. സ്കൂളുകളിലേക്കും മദ്രസയിലേക്കും അംഗനവാടിയിലേക്കും പോകുന്ന കുട്ടികളാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ചെളിവെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. രക്ഷിതാക്കൾ കുട്ടികളെ എടുത്തുകൊണ്ടാണ് റോഡിന്റെ മറുവശത്തെത്തിക്കുന്നത്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ദുരിതമാണെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ എന്തു ചെയ്യുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ. വർഷക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റോഡിൽ ക്വാറി വേസ്റ്റ് ഇട്ട് ഗതാഗത സൌകര്യം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴ പെയ്തത് മൊത്തത്തിൽ സ്രാമ്പിത്ത വെള്ളം മൊത്തത്തിൽ ഇങ്ങോട്ട് വന്ന പോലെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു അണിത്തോടുണ്ട്. ആ അണിത്തോടിൽ ബ്ലോക്ക് ആയത് കാരണമാണ് ഇത്രയും വെള്ളം വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ. അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഭരണസമിതിയിൽ പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു ഡ്രെയിനേജ് വന്നിട്ടുള്ളത്. പക്ഷെ അത് പൂർത്തിയാക്കാനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടോ എന്താ അറിയില്ല, അത് മുഴുവനായിട്ടില്ല. ഇപ്പം ഉള്ള വെള്ളം അവിടെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് പോകുന്നില്ല. അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണം. ചെറിയ കുട്ടികളാണ്, അമ്മമാരാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. അവർക്കതിൽ പോരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. അതുപോലെ തന്നെ ഈ ഇതിനുള്ള ഷാലുകൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സ്മൂത്തായിട്ട് വെള്ളം പോകാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കിയാൽ അതിൽ ഒന്നും കൂടെ ആ ഇതിലേക്ക് പോകും വെള്ളം. അതും ഒന്ന് ശരിയാക്കി തരണമാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. കുഞ്ഞു മക്കൾ ഇവിടെ ചുറ്റുഭാഗം വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങി പോവോ വീണ് പോവോ എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ട് ഞങ്ങൾക്ക്. അതിനെന്തായാലും ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവുന്നേ വേണം. ന്യൂസ് ബ്യൂറോ, കാളികാവ്.